എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ടേസ്റ്റി ഇന്നോവേഷൻസ്. ഇന്നത്തെ നമ്മളുടെ റെസിപ്പി എന്ന് പറയുന്നത് ബോംബെ പുലാവാണ്. അതായത് മുംബൈയിൽ സ്ട്രീറ്റിൽ കിട്ടുന്ന രീതിയിലുള്ള പുലാവാണ്. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. ഇത് സാധാരണ തവയിലാണ് ചെയ്യാറ്. അപ്പോൾ ഞാനിവിടെ തവയിലല്ല, നോർമൽ പാനിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മളുടെ പുലാവിന് വേണ്ടിയ കുറച്ച് സാധനങ്ങൾ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതെല്ലാ കാര്യങ്ങളും ഇല്ല, കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ബസ്മതി റൈസാണത്. നന്നായിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ച് വെച്ച ബസ്മതി റൈസാണ്. അത് വേവിക്കുമ്പോൾ ശ്രദ്ധിക്കണം, വളരെ വെന്ത് പോകരുത്. പരസ്പരം വിട്ട് നിൽക്കുന്ന രീതിയിൽ നന്നായിട്ട് വേവിച്ചെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് സവാളയാണ്. ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതുപോലെ തന്നെ കുറച്ച് തക്കാളി, ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ നമുക്ക് വേണ്ടത് പൊട്ടറ്റോ ആണ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ 2 ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചതാണ്, വേവിച്ച് അരിഞ്ഞെടുത്തതാണ്. വേവിച്ചെന്ന് പറഞ്ഞാൽ നന്നായിട്ട് വെന്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടേ ഉള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് ഗ്രീൻ പീസാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കം, ഒരു ചെറിയ ക്യാപ്സിക്കം അരിഞ്ഞത്. പിന്നെ മല്ലിയില. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇതൊരു 4 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുത്തതാണ്. പിന്നെ നമുക്ക് വേണ്ടത് പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് പാവ് ഭാജി മസാലയാണ്. അതായത് മുംബൈ സ്പെഷ്യലായിട്ടുള്ള പാവ് ഭാജിയുടെ മസാല ഇതേപോലെ നമുക്ക് പാക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ ആ മസാലയാണ് നമ്മൾ ഈ ഒരു പുലാവിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ശരിക്കും നന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ചിട്ടാണ്, ഓയിൽ കുറച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഓയിലാണ്, നോർമൽ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്തത്, 1 ടേബിൾ സ്പൂണോളം. അപ്പോൾ നന്നായിട്ട് ശരിക്കും അവർ സ്ട്രീറ്റിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ലവണ്ണം ചേർക്കും. ഞാനിവിടെ കുറച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ഒന്ന് നന്നായി പൊട്ടിയ ശേഷം അതിലേക്ക് നമ്മൾ ഒരു സവാള അരിഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി സവാള നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നന്നായി ഫ്രൈ ചെയ്യണമെന്ന് പറഞ്ഞാൽ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല, ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ചെറിയ ക്യാപ്സിക്കം മുഴുവനായിട്ട് അരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ക്യാപ്സിക്കം ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് വലിയ തക്കാളിയായിരുന്നു, അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചെറുതാണെങ്കിൽ 2 എണ്ണം ചേർക്കണം. ഇനി അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് ഗ്രീൻ പീസാണ്. അതൊരു 1/4 കപ്പോളം ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഫ്രോസൺ ആണെങ്കിൽ അതും ഉപയോഗിക്കാം, ഡ്രൈ ആയിട്ടുള്ളതിന് നന്നാവില്ല. ഇനി നമ്മളിതിലേക്ക് വേവിച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇത് വേവിച്ച ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ ശേഷം ചെറുതായിട്ട് അരിഞ്ഞതാണ്. വളരെ നന്നായിട്ട് വേവിച്ചിട്ടില്ല, ഉടഞ്ഞു പോകുന്ന രീതിയിൽ വേവിക്കരുത്, ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടാനേ പാടുള്ളൂ. ഇനി നമ്മളിതൊന്ന് വഴറ്റി കൊടുക്കുമ്പോൾ ഇതിൽ കടന്നിട്ട് തന്നെ ഒന്ന് വെന്ത് കിട്ടും. വെജിറ്റബിൾസൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ അരി വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. അപ്പോൾ വെജിറ്റബിൾസിലേക്കുള്ള ഉപ്പ് മാത്രമേ ഇതിലേക്ക് ചേർക്കാൻ പാടുള്ളൂ. ഉപ്പ് ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് മസാലകളാണ്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ പുലാവിലേക്കുള്ള മസാല നമ്മൾ ഇതൊക്കെയാണ് ചേർക്കുന്നത്. ഒരു 2 ടീസ്പൂണോളം മുളക് പൊടി, അത് അത്യാവശ്യം എരിവിലാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണോളം മല്ലിപ്പൊടി. പിന്നെ നമ്മൾ ചേർക്കുന്നത് പാവ് ഭാജി മസാല, നേരത്തെ നമ്മൾ പറഞ്ഞു. അപ്പോൾ പാവ് ഭാജി മസാല ഒരു 3 ടീസ്പൂണോളാണ് നമ്മൾ ചേർക്കുന്നത്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്തു, നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ സാധാരണ അവർ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഒരു പാവ് ഭാജി മസാലയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നന്നായിട്ട് ഉടച്ചെടുക്കാറുണ്ട്. ഞാനിവിടെ അത്രയ്ക്ക് ചെയ്യുന്നില്ല, ചെറുതായിട്ട് കടിക്കുന്ന രീതിയിൽ, വെജിറ്റബിൾസ് കടിക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് ഉടച്ച ശേഷം സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അതായത് നടുവിൽ ഫ്രീ ആവുന്ന രീതിയിൽ എല്ലാ വെജിറ്റബിൾസും സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചേർക്കുന്നത് ബട്ടറാണ്. അപ്പോൾ ഒരു ചെറിയ കഷ്ണം ബട്ടറാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ചേർക്കാൻ, ഞാനിവിടെ കുറച്ചിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം ഓയിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം ശരിക്ക്, ഞാനിവിടെ കുറച്ചിട്ടാണ് ചെയ്യുന്നത്. അതൊന്ന്
മെൽറ്റായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അരച്ചതാണ്, അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാലകളാണ്. മുളക് പൊടി, മല്ലിപ്പൊടി, പാവ് ഭാജി മസാല, ഇതെല്ലാം കൂടി ചേർന്ന മസാലയാണ്. അത് നടുവിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളുടെ മസാല നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെജിറ്റബിൾസും മസാലയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ചേർക്കുന്നുണ്ട്. സാധാരണ ഇത് ചേർക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നന്നായിട്ട് ബട്ടറും എണ്ണയും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇത് ചേർക്കേണ്ട ആവശ്യമില്ല. ആ ബട്ടറിലും എണ്ണയിലും കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ എണ്ണ കുറച്ച് ചെയ്തുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ കരിയുമില്ല, എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി കിട്ടുകയും ചെയ്യും. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളുടെ മസാലയും വെജിറ്റബിൾസും എല്ലാം നന്നായിട്ട് യോജിപ്പിച്ചെടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കാം. ബസ്മതി റൈസ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചെടുത്തതാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ റൈസ് ഒന്ന് മിക്സ് ചെയ്യുന്നതിൻ്റെ മുന്നേ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിന് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് റൈസും നമ്മുടെ മസാല എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ചെറു തീയിൽ വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമ്മളെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളുടെ പുലാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ സാധാ പുലാവിൽ ചേർക്കുന്ന പോലെ ഗരം മസാല അങ്ങനെയൊന്നും ചേർത്തിട്ടില്ല. വളരെ എളുപ്പത്തിൽ ചെയ്യാം. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. നമുക്ക് വീണ്ടും പുതിയ റെസിപ്പീസായിട്ട് കാണാം. അതിൻ്റെ മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. താങ്ക്